നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. ആതിരയെ കൊലപ്പെടുത്തിയത് ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ജോൺസൺ ഔസേപ്പാണെന്നാണ് സ്ഥിരീകരണം. ഏറെ നാളായി ആതിരയും ജോൺസണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത്. ആതിര ഒപ്പം പോകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പോലീസിന്റെ അനുമാനം. ഒളിവിൽ പോയ ജോൺസൺ ഔസേപ്പിനായി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടർ ഇന്നലെ കണ്ടെത്തിയിരുന്നു. കൊല നടത്തിയതിനു ശേഷം കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറുമായാണ് പ്രതി രക്ഷപ്പെട്ടത്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് സ്കൂട്ടർ കണ്ടെത്തിയത്. കൊല നടത്തിയതിനു ശേഷം ആതിരയുടെ സ്കൂട്ടറുമായി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സ്കൂട്ടർ തുറന്നു പരിശോധിക്കുകയും ചെയ്തു. പ്രതി പെരുമാതുറയിൽ താമസിച്ചിരുന്ന വാടക വീടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആതിരയെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് യുവാവ് വീട് വാടകയ്ക്കെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. 4 സംഘങ്ങളായാണ് പ്രതിക്കായുള്ള അന്വേഷണം നിലവിൽ നടക്കുന്നത്. ജനുവരി 21-ാം തീയതി രാവിലെ 11:30യോടെയാണ് കഠിനംകുളത്ത് വീടിനുള്ളിൽ ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ആതിരയുടെ സ്കൂട്ടറും സംഭവ സ്ഥലത്തു നിന്നും കാണാതായിരുന്നു. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. മതിൽ ചാടിയാണ് അക്രമി വീടിനകത്തേക്ക് കയറിയതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്.